ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ മോശേ? ഇന്ന് മാഷ് എവിടേക്കോ കൊണ്ടാന്ന് പറയാം. നമ്മുടെ ഇവിടെ രാജേന്ദ്രൻ മാഷ് ഉണ്ട്. അപ്പോൾ മാഷിന്റെ കൂടെ മൊത്തം ഒന്ന് കറങ്ങാൻ പോവാ. അതായത് കറങ്ങി തീർന്നു. എന്നാലും നമ്മൾ ഈ കണ്ണിൽ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് പറഞ്ഞു. അതെ, അത് അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ്. എന്തായാലും നമുക്ക് മൊത്തം ഒന്ന് നടന്ന് കാണാം. മാഷേ, ഈ ഐലൻഡിൽ വന്നിട്ട് മാഷ് ഈ ഐലൻഡിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ ഈ ഐലൻഡിൽ വന്നിട്ട് 10 വർഷമായി. 10 വർഷം. എന്താ മാഷിന്റെ ഒരു എക്സ്പീരിയൻസ്? ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ 5-6 ദിവസമായല്ലോ. ഞങ്ങൾ രാവിലെ എണീക്കുന്നു, പല്ലി വെക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, കാണാനുള്ള ഭാഗം കാണുന്നു. ഇത് തന്നെ ഒരു 5-6 ദിവസം കൊണ്ട് മടുത്തു. ഞങ്ങള് ജോലിക്കായിട്ട് വർഷമായ മടുത്തെന്ന് പറയാൻ പറ്റത്തില്ല. അല്ല, അതുമല്ല, ജോലിക്കായിട്ടാകുമ്പോൾ അതിൻ്റെതായ ഓരോ കാര്യങ്ങളൊക്കെ വേറെന്താ അറിയോ, നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം കുറെ കടലിൽ ചാടി, അത് മടുത്തു. മീൻ പിടിക്കാൻ പോയി, അത് മടുത്തു. അല്ല, ഒരു ടൂറിസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഉള്ളൂ. പക്ഷേ ഈ ഐലൻഡിൽ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട്. ഇവിടെ എല്ലാ ആഴ്ചയിലും വരും. എന്നിട്ട് അവരെന്താ ഈ വെറുതെ ഇങ്ങനെ അവർ വന്നിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ നടക്കുന്ന പോലെ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ ഫോറസ്റ്റും കടലിലെ ഡൈവിങ്, കോറൽ റീഫില് ഇതെല്ലാം പോയി. ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മാലിയിലെ ഏറ്റവും വലിയ ഐലൻഡുകളിൽ 5ാമത്തെ ഐലൻഡ് അല്ലേ? 7ാമത്തെ ഐലൻഡ് വലിയ ഐലൻഡ്. പക്ഷെ ഇതിൽ ആൾതാമസം കുറവാണ്. നല്ലൊരു ഭാഗവും ഫോറസ്റ്റ് ആയിട്ട് കിടക്കും. അതെ, ഇതിൽ ഞാൻ വേറൊരു സംഭവം കണ്ട് മസസേ, ഈ സംഭവം കണ്ടാ? ഇന്ത്യ ഔട്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ ഇവിടുത്തെ പ്രസിഡന്റ് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കരുവാക്കി. പക്ഷെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്നാലും ഇന്ത്യക്കാരായിട്ട് കൂടുതൽ കമ്പനി ചൈനയോട് അടുത്ത് നിന്ന് എന്നിട്ട് പക്ഷെ ഒന്നും നടക്കത്തില്ല, നമ്മുടെ സഹായം ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം വീണ്ടും നമ്മളോട് കരുവാരി തേച്ച് നമ്മളെ വിറ്റ് കാശുണ്ടാക്കി. അത്രേ ഉള്ളൂ. അത് ഇലക്ഷന്റെ സമയത്തൊക്കെ അങ്ങനെ. ഇവിടെ ഒരു ആശുപത്രി പണിയെടുക്കുന്നത്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇന്ത്യക്കാരാ, പ്രത്യേകിച്ച് മലയാളികൾ. ഇന്ത്യക്കാർ ഇവിടെ ഇല്ലെങ്കിൽ ഇവന്മാര് പോയില്ലേ, ഇവന്മാരെ വെടി തീർന്നു. അത് ഒരു കാര്യം, ഇലക്ഷൻ നമ്മുടെ നാട്ടിലും പാർട്ടിക്കാർ എങ്ങനെ വോട്ട് കിട്ടുമോ അതേ രീതിയിൽ സംഗതികളെ വളച്ചൊടിച്ചുകൊണ്ട് വരുന്നില്ല. അത്രേ തന്നെ ഉള്ളൂ. ഒരു തരംഗമായിരുന്നു അവന് ഇന്ത്യ ഔട്ട് എന്ന് പറയുന്നത്. കുറെ ആളുകൾക്ക് അതിനോടൊരു ഹരം, അങ്ങനെ കുറെ വോട്ട് ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ഇന്ത്യ ഇല്ലാതെ പറ്റൂല. അതെന്തായാലും നമ്മൾ തെളിയിച്ച് ചെയ്യാൻ പറ്റൂല. കാരണം അവരുടെ മന്ത്രിമാർ 2-3 പ്രാവശ്യം നമ്മുടെ നാട്ടിൽ വന്നിട്ട് പ്രൊമോഷൻ ഒക്കെ ചെയ്തല്ലേ. പിന്നെ ട്രീറ്റ്മെന്റിന് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് കേരളത്തിലല്ലേ? ഇവിടുന്ന് ടൂറിസ്റ്റുകളും മൊത്തത്തിൽ അങ്ങ് പിൻവലിഞ്ഞു ആ സംഭവത്തിന് ശേഷം. ഇവൻ ചൈനയായിട്ട് സാധാരണ ഇവിടെ ഒരു പ്രസിഡന്റ് കയറിയാൽ ആദ്യം ഇന്ത്യ സന്ദർശിച്ചിട്ടേ മറ്റു രാജ്യം പോകും. ഇവൻ നേരെ ചൈനയ്ക്ക് പോകും. അപ്പോഴത്തേക്ക് നമ്മളെ ഇവിടുന്ന് ടൂറിസ്റ്റ് ബുക്ക് ചെയ്തവരെല്ലാം പിൻവലിച്ചു. അപ്പോഴത്തേക്ക് ഇവരുടെ മന്ത്രിമാർ അവിടെ വന്നിട്ട് ക്യാമ്പയിൻ ചെയ്തിട്ട് പിന്നെ അങ്ങനല്ല വരണം, ഞങ്ങൾ കൂടുതൽ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വലിയ നല്ല ക്ലോസാണ്. പ്രധാനമന്ത്രി ഇവിടെ വന്നായിരുന്നു 2 മാസത്തിന് മുമ്പ്. അത് അവിടെ പറഞ്ഞു, ഞങ്ങൾ മാലയെ പറഞ്ഞപ്പോൾ അവിടെ വന്നിറങ്ങിയ സ്ഥലമൊക്കെ കാണിച്ചു. വലിയ പാക്കേജും ഒക്കെ കൊടുത്തു. ഇത് കൗൺസിൽ ഓഫീസല്ലേ? നേരത്തെ ഈ വണ്ടി വെയിൽ കറക്റ്റ് അടിക്കുന്നു, കാണുന്നില്ല ഇതിനൊക്കെ കൊണ്ടുപോകാൻ സാധനങ്ങള്. പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്താ അറിയോ? ഇവിടെ എങ്ങും കറണ്ട് പോസ്റ്റും ഇല്ല, കറണ്ട് കമ്പിയില്ല. അത് മെയിൻ ഒരു സംഭവമാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ട് ആണ് ഇതൊക്കെ. ഇത് ഡ്രെയിനേജ്. ഒരു വണ്ടി കിടക്കണം നോക്കിയേ. ഇവിടെ ഒന്നാമത് ഓടാനുള്ള സ്ഥലമില്ലല്ലോ, ഓടാൻ. അതെ അതെ. രസം എന്താ അറിയോ എടാ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്, അതാണ് മെയിൻ. ഇതൊക്കെ ഈ ഇരിക്കുന്ന വണ്ടികൾ കണ്ടോ, ഇതൊക്കെ ചൈനയിൽ നിന്ന് വന്നേ കൊണ്ടുവന്നേക്കുന്ന കേട്ടോ. ബുള്ളറ്റ് പോലെ, പക്ഷെ വല്ല ലോഡ് വലിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. വാല് പോകും. പൊങ്ങോ? സെറ്റപ്പാ, സംഭവം അടിപൊളി. ഇത് നമ്മുടെ ബേറാപ്പിള്. അപ്പോൾ നമുക്ക് മാൽദീവ്സിൽ ഫില്ലുദുവിലെ ഒരു സ്കൂള് കാണാം അല്ലേ? ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്, ആകെ ഒരു സ്കൂളേ ഉള്ളൂ, ഫില്ലദോ സ്കൂള്. സ്കൂള് സംഭവം സെറ്റപ്പാട്ടോ. രസം എന്താണെന്നറിയോ? സ്കൂളിൽ നിന്ന് ഇറങ്ങിയ നേരെ ബീച്ചാ അല്ലേ? 12:45 സ്കൂൾ തുടങ്ങും. പിന്നീട് ഒരു പരിപാടി പിന്നുണ്ട്, എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. എക്സ്ട്രാ ക്ലാസ്സുകൾ അവരെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കും. അതിന് പിന്നെ നമുക്ക് ഓവർ ടൈം ഒക്കെ. ഇതാണ് ഇവിടുത്തെ സ്കൂള്. AC ആണ്, AC അല്ലേ? മതത്തിന് ഇത് അവർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ?
ഫിൽറ്റർ വെള്ളം എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അല്ല സാർ ഇതിന് LT റൂം. LT എന്ന് പറഞ്ഞാൽ എന്താ? ലീഡിംഗ് ടീച്ചർ. ലീഡിംഗ് ടീച്ചർ. അതായത് ബിജു സാറ് ലീഡിംഗ് ടീച്ചറാണല്ലേ? ഇതിന് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എത്ര പേരുണ്ട്? ഒരാളുള്ളൂ? 4 പേരുണ്ട്. ആരൊക്കെയാ? ഷസ്ല മിസ് എന്ന് പറയുന്നൊരു മിസ്സുണ്ട്, ഷാന മിസ് എന്നൊരു മിസ്സുണ്ട്, പിന്നെ ഒരു വേറൊരു മിസ്സുണ്ട്, സാറ് 4ാമത്തെ, സാറ് ആക്ടിങ്. മറ്റേ ഇവിടുത്തെ കാര്യം 3 പേര് ഇതായിട്ടുള്ള ഒരാൾ ഇന്ത്യക്കാരനായിട്ട് സാറിന് ഇന്ത്യക്കാരൻ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് സാറ്. ഓഫീസ്. 4 പേരുണ്ട്. അവർക്ക് 4 ക്യാബിനും എല്ലാം ഉണ്ട്. AC ആണ് മെയിൻ അല്ലേ? പഞ്ചിങ്. പിന്നെ വേറൊരു കാര്യം, മേളിൽ ഫുള്ള് സോളാറാട്ടോ. അത് പക്ഷേ സോളാർ ഇങ്ങോട്ട് സ്കൂളിലേക്ക് ഉപയോഗിക്കുന്നില്ല. 30 അധ്യാപകരുണ്ടല്ലേ? ഫാത്തിമത്ത് സോദ്ര. ഓരോരുത്തരുടെ പേര് അഞ്ജുവിന്റെ സീറ്റ് അതാ ഇതുകൊണ്ട് എഴുതി വെച്ച്. അഞ്ജു നീതു. എൻ്റെ അവിടെ ഇരിപ്പുണ്ട്. രാജേന്ദ്ര സുകുമാരൻ അവിടെ ഇരിപ്പുണ്ട്. സാറ് ഫ്രണ്ടിലാണോ ബേക്കിലാണോ? ഞാൻ ബാക്ക്. അങ്ങ് ബാക്ക്. അങ്ങ് ബേക്കിലല്ലേ? ജാസ്മിൻ മിസ് ഉണ്ട്. യാസ്മിൻസ് ഉണ്ട്. യാസ്മിൻസ് എൻ്റെ അടുത്ത്. ഇതാ നമ്മുടെ കസേര അല്ലേ? ഇതിനെന്തായിരുന്നു പേര് പറയുന്നത്? ജോളിപ്പത്ത്. ജോളിപ്പത്ത്. ഇതെല്ലായിടത്തും ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ആരെയൊക്കെ ചെയ്ത് വീട്ടിലിടാൻ നല്ല സാർ. ചെറിയ 4 പൈപ്പും കയറും മതി അല്ലേ? കമ്പ്യൂട്ടർ ലാബ്. കമ്പ്യൂട്ടർ ലാബ്. അടിപൊളി കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. കമ്പ്യൂട്ടർ TV ഒക്കെ ഉണ്ടല്ലോ. 65 അല്ലേ? അത് ഞാൻ വേറൊരു കാര്യം വെച്ചാൽ സാർ വീടൊക്കെ കണ്ട 5 പൈസക്ക് ഇല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ ഹാള് 65 ഇഞ്ചിന്റെ വലിയ TV. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വീട്ടിലോട്ട് കയറി നോക്കി കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ട് ലക്ഷറിയാണ്, ഭയങ്കര ലക്ഷറിയാണ്. അത് എന്നോട് പറഞ്ഞു ഒരു ബെഡ്റൂം. നമുക്കൊരു വീടിന്റെ ഉള്ളിൽ കയറിയാലോ? ഒരു വീട് നിങ്ങൾ കയറി നോക്കണം, എല്ലാ ആധുനിക സംവിധാനങ്ങളും അതിനകത്തുണ്ട്. പുറമേ നോക്കിയാൽ ആ വീട് യാതൊരു കുഞ്ഞു വീട്. ഇത് ഇങ്ങനെ പിള്ളേർക്ക് സാറുമാരുമായിട്ട് ഇടയ്ക്ക് വന്ന് പിള്ളേർക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി. ഈ സോളാറിൽ നിന്ന് ലൈൻ ഇങ്ങോട്ട് എടുക്കുന്നില്ലല്ലോ? ഇല്ലില്ല, ഇത് KCBന്റെ ഇതിലേക്ക് പോലെ. KCB അല്ല, ഇവിടുത്തെ കൊട. പിള്ളേരിരിക്കാൻ സംഭവം സെറ്റപ്പ് ആട്ടോ അല്ലേ? എല്ലാ ക്ലാസ്സും AC-യാ? ഇല്ല, AC വരും, ഉടനെ വരും. മാലയിലൊക്കെ ഉണ്ടല്ലോ. ഇത് ഇപ്പൊ ഒരു അടുത്ത വർഷം കൊണ്ട് എല്ലാ സ്കൂളിലും AC ആവും. ക്ലാസ് റൂമും AC ആവും. ഇത് എത്ര +2 വരെ ഉണ്ടോ? 10 വരെ. അതാണ് 10 കഴിഞ്ഞാൽ പിന്നെ ഒന്നില്ലെങ്കിൽ പഠിക്കാൻ പോകും, അല്ലെങ്കിൽ പണിക്ക് മാലയിൽ പോകണം, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകും. പിള്ളേരുടെ LKG UKG കുഞ്ഞു പിള്ളേരുടെ പോകും. അതിലും TV ഉണ്ടല്ലോ. TV ഉണ്ട്. ഗ്രേഡ് 1 നമ്മുടെ ക്ലാസ് 1ാം ക്ലാസ്. ഗ്രേഡ് 2 2ാം ക്ലാസ്. ഇത് ഓരോ പിള്ളേർക്ക് നമ്മുടെ നാട്ടിലെ വലിയൊരു കോളേജിലൊക്കെ സെറ്റപ്പാ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പെൻഷൻ ഡെസ്കാ. ഇപ്പൊ ഇത് കണ്ട, ഇതൊക്കെ ശരിക്കൊരു എന്താ പറയുക, ഡിഗ്രി കോളേജ്, പുറത്തുള്ള കോളേജ്, ബാംഗ്ലൂർ മിസ് കോളേജൊക്കെ ഇങ്ങനെ സിംഗിൾ ടേബിളും ചേരും. ഇതൊക്കെ കുഞ്ഞാറ്റിക്ക് സെപ്പറേറ്റ് എല്ലാവരും മാറി. ഇത് പിള്ളേർക്ക് ഇടയ്ക്ക് കളിക്കാനുള്ള. കളിക്കാനൊക്കെയുള്ള സംവിധാനം. ഈ വീടൊന്നും പിള്ളേർ കാണണ്ട, പിന്നെ ഇത് മേടിച്ചു കൊടുക്കേണ്ടി വരും. ചെറിയ ജോളിപ്പത്തി. പിള്ളേർക്ക് ഇരിക്കാം. ചെറിയ ജോളിപ്പത്തി അവിടെ ഉണ്ട്, അവിടെ ഊഞ്ഞാലുണ്ട്. ജോളിപ്പത്തിയോ ജോളിപ്പത്തി ജോളിപ്പത്തി. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. ഇങ്ങനത്തെ ഒന്നും വീട്ടിലുണ്ടാക്കി ഇട്ടാലോ അല്ലേ? പിള്ളേരുടെ ഊഞ്ഞാല്. കടി കൊണ്ടുള്ള ഊഞ്ഞാല്. ഇതല്ലല്ലോ, ഇത് പിള്ളേർക്ക് ഇങ്ങനെ കയറി കളിക്കാൻ. ഊഞ്ഞാല് നോക്കി രസമുണ്ടല്ലേ? ഞാൻ വീഴുമെന്ന് ഓർത്ത് പേടിക്കണ്ട. നശിപ്പിക്കുവോ നീ? ഇത് നമ്മുടെ മറ്റേ പൂവാണോടാ? ചെമ്പകാണോ? വേറെന്താണ്? ആത്തച്ചക്കയൊന്നുമില്ല. ഇനി നമുക്ക് അപ്പുറ സൈഡിലേക്ക് ഒന്ന് പോവാം. ബിൽഡിങ് വരുന്നല്ലേ? സ്കൂളിന് വേണ്ടി പണി ഒരു വർഷം കൊണ്ട് മുടങ്ങി കിടക്കുക. ഇത് നേരത്തെ ഇരുന്ന മിനിസ്ട്രി പണിത് തുടങ്ങിയതാണ്. ഇപ്പൊ പുതിയ ഭരണം വന്നോണ്ട് അല്ലേ? ഭരണം മാറിയപ്പോൾ ഈ മിനിസ്ട്രിക്ക് അത്ര പിടിച്ചില്ല. അങ്ങനെ ഒരു ഇതിൽ കിടക്കുക. ഇത് ഗവൺമെന്റ് സ്കൂളാണ് കേട്ടോ. ഗവൺമെന്റ് സ്കൂളാണ്. ഗവൺമെന്റ് സ്കൂളേ ഉള്ളൂ. ഓക്കെ. സോളാർ ഇരിക്കണ എല്ലാ ബിൽഡിങ്ങിന്റെ മേളിലും സോളാർ കേട്ടോ. പ്രാക്കൾ അപൂർവം പക്ഷികളിലൊന്നാണ് ഇത്. പ്രാവ്, കുയില്, കാക്ക, വാവൽ, വവ്വാല്. ഇതാണ് വവ്വാൽ ഇഷ്ടം പോലെ. ഇത്
8ാം ക്ലാസ്, ഇത് 7ാം ക്ലാസ്സാണ്. ഗ്രേഡ് 8, ഗ്രേഡ് 7. ഇത് ഗ്രേഡ് 7. ഇതൊക്കെ എടുത്തു. പിള്ളേരുടെ കലാവിരുത്. കലാവിരുത്. വി ആർ ഈച്ച് യൂണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ. റിവർ ടു സീ ടു ദി സീ. പാലസ്തീൻ വിൽ ബി ഫ്രീ. ഓഹോ. പിള്ളേരുടെ എന്തോ ഇവിടെ ഒരു ദിവസം ഇതുണ്ടായിരുന്നു പ്രൊസഷൻ, ആ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട്. അപ്പം പിള്ളേർ ഇത് 10ാം ക്ലാസ്, 10ാം ക്ലാസ്സായിരുന്നു. ഇത് സ്റ്റേജും കൂടാണ്. ഇതില് എത്ര പിള്ളേരുണ്ടാവും? ആകെ 10. ഇതിൽ ഇപ്പം 10ാം ക്ലാസ്സിൽ 10 പിള്ളേരേ ഉള്ളൂ. ആണല്ലേ? 10ൽ 10. അത് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ അതേ ചെയ്ത് ഒരു ഇവന്റ് ഇതെന്താ? ആ സ്റ്റേജ്. ഇത് പിള്ളേർക്ക് അതുപോലെ തന്നെ ഇരുന്ന് വിശ്രമിക്കാനും ഇതൊക്കെ ആയിട്ടുള്ള. ഇത് ഒരു ചെറിയ ലൈഫ് എന്തോ. നീ ഉദ്ദേശിച്ച കഞ്ഞിയല്ലേ? അല്ലടാ, ഏ രാവിലെ 6 നേരത്തെ ഉണ്ടായിരുന്ന, നേരത്തെ ഇരുന്ന ഗവൺമെന്റ് കൊടുത്തായിരുന്നു ഭക്ഷണം. ഇപ്പൊ രാവിലെ 9:30 പിള്ളേര് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. എന്താ? ഇല്ല, ഇപ്പൊ കൊണ്ടുവരുന്നില്ല. പിള്ളേർ ബ്രേക്കിന് പോകും. 9:30 പോയിട്ട് വരാം. എല്ലാവരും അടുത്തല്ലേ. വീട്ടിൽ പോയിട്ട് ഇതൊക്കെ എൻ്റെ ചുറ്റുപാടാണ്. അത് ഗോഡൗൺ ആണ്. കുറെ കസേരകളും കേബിളും എല്ലാം ഇതിനകത്തെല്ലാം ഉണ്ട്. അത് ഒരുപാട് സ്പോർട്സ് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ 4 കാണത്തില്ല. സ്പോർട്സ് ഐറ്റം എന്ന് പറഞ്ഞാൽ അങ്ങ് വാരി വലിച്ചിട്ടില്ല. കോറല് സമയത്ത് ഇവിടെ വെള്ളം കയറി എന്തോന്നാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം ഇവിടം വരെ കയറിയെന്നാ പറയുന്നത്. പൊങ്ങി വന്നു. അത്രയും വെള്ളം കയറി. ആളുകളെല്ലാം വേറൊരു ഐലൻഡിലേക്ക് പോയി ആ സമയത്ത് അല്ലേ? ടീച്ചർമാരാ തുറന്നു വെക്കും. തുറന്നു വെച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളമെല്ലാം അഴുക്കെല്ലാം പോയി കഴിയും. അപ്പോൾ 2 നല്ല മഴ കഴിയുമ്പോൾ ഇത് പൂട്ടി ഇത് പയ്യെ ഇതിനകത്തോട്ട് ശേഖരിക്കും. അതായത് ഇവിടെ എല്ലാ വീടുകളിലും ചെയ്യുന്ന ഒരു സെറ്റപ്പ് തന്നെ അല്ലേ? മഴവെള്ളമാണ് ഇവിടെ ഫിൽട്ടർ ചെയ്ത് കുടിക്കുന്നത്. പിന്നെ ഫിൽട്ടർ ചെയ്ത വെള്ളം വേറെ ഇല്ലേ? 5 മിനിറ്റ് 5 ദിവസത്തെ കൃഷിയുടെ ഇതൊന്നും എടുക്കും. 5 മിനിറ്റ് കൃഷി കാണിച്ചാൽ ഞങ്ങൾക്ക് കേരളത്തിൽ വന്ന് ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നു. എനിക്ക് തോന്നുന്നറിയോ, മിസ് സാമ്പാറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന പച്ചക്കറി ഇവിടെ നിന്നാണോ എന്നൊരു സംശയം. അത് ഓവർ ടൈം പച്ചക്കറി കൃഷി. ഇത് പരിചയപ്പെടുത്തല്ലേ? ഇതാണ് നമ്മുടെ 5 മിസ്. പെരുവണ്ണാമൂഴിക്കാരിയാ. മുള്ളങ്കി അല്ലേ? ഇതെന്താണ്? ഇത് ഇതായിരുന്നു ഇതാ വെള്ളരിക്ക. എൻവയോൺമെന്റൽ ക്ലബിന്റെ ഭാഗമായിട്ട് ഇത് ഫുള്ള് മുള്ളങ്കിയാ കേട്ടോ, വൈറ്റ് കളറിലെ. തക്കാളി ഉണ്ട്, പയറോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒരു ഗ്രീൻ ഹൗസ്. ഇതിലും കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലേ ഇപ്പോഴും. മാവ് നട്ടിട്ടുണ്ട്, മുളക്. ഇത് ഫ്രഷ് വാട്ടറാണ് കേട്ടോ. എന്താടാ? ഇവിടുത്തെ സ്കൂളിൽ ക്ലാസ് റൂമിൽ പിള്ളേർ ചെരുപ്പ് ഉപയോഗിക്കില്ല. ചെരുപ്പല്ല ഊരി നമ്മുടെ ഷൂറാക്ക് പോലത്തെ കണ്ടത് അവിടെ ഇരിക്കുന്നുണ്ടോ, പൊട്ടിപ്പോയി. അതിനകത്ത് എല്ലാവരും അടുക്കി വെച്ചിട്ട് ക്ലാസ്സിൽ കയറും. ഇപ്പൊ ക്ലാസ് നല്ല വൃത്തിയായിരിക്കും അല്ലേ? ക്ലാസ് വൃത്തി മാത്രമല്ല, അത് ആ ഒരു ക്വാളിറ്റി ഒരു ബഹുമാനം. കണ്ടു ഇട്ട് കൊടുക്കും. പഠിക്കാനുള്ള എല്ലാം ഓൺലൈനും എല്ലാം. പക്ഷേ ഇവിടുത്തെ സിലബസ് ഏതാണെന്നറിയോ? കാംബ്രിഡ്ജ്. അതാണ് മെയിൻ. അത് എനിക്ക് തോന്നുന്നത് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ UK പോകാൻ IELTS. അല്ല, ഇവർക്ക് ഇവിടുന്ന് ഓപ്പൺ വിസയാ. ഇവർക്ക് ഓപ്പൺ വിസയാണ് UK ലേക്ക്. 10ാം ക്ലാസ് പാസ്സായവർക്ക് IELTS സർട്ടിഫിക്കറ്റ് വേണ്ട. കാരണം അവരുടെ ഇതല്ലേ പഠിക്കുന്നത് 10ാം ക്ലാസ്സിന്റെ. പക്ഷേ അതിൽ വേറെ കാര്യം എന്താ അറിയോ? ഇവിടെ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഡിഗ്രിക്കാർ പറയുന്നതിനേക്കാൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയും. ചെക്കൻ പറഞ്ഞിട്ടില്ലേ? എന്താണ് അവന്റെ പേര്? ഞാൻ മറന്നു. ഷയാം അടിപൊളി കേട്ടോ. ഇവിടെ ഇംഗ്ലീഷിന് ASR കിട്ടിയതാണ് ഈ വർഷം. ASR എന്ന് പറഞ്ഞാൽ എത്ര? 90-ന് മേളിലാണ് മാർക്ക്. എൻ്റെ എക്കണോമിക്സിനും കിട്ടിയവന് ASR. ഇത് വിശ്രമ കേന്ദ്രമാണ് കേട്ടോ. നമുക്കിപ്പോൾ വെള്ളത്തിലൊക്കെ കളിച്ച് മടുത്ത് കഴിയുമ്പോൾ TV ഒക്കെ ഇരിപ്പുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ബീച്ചിലൊക്കെ കളിച്ച് മടുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുക, ആരും ഒന്നും ചോദിക്കുകയില്ല. പിന്നെ ഫുള്ള് തെങ്ങാണ്. ഐലൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ തേങ്ങയ്ക്കൊരു ക്ഷാമമില്ലാത്ത സ്ഥലമല്ലേ? നമ്മുടെ ഈ മാലിദ്വീപിന് ഇന്ത്യയായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം എന്താ അറിയോ? ലക്ഷദ്വീപ് ഒക്കെ മാലിദ്വീപിന്റെ ആയിരുന്നു. ഇവിടുത്തെ സുൽത്താൻ പണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് കൊടുത്തതാ.
ആ, പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ആ. ഇപ്പൊ ഇവർക്ക് അത് വേണം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാം. ആ, അതുണ്ടാവും. കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഏയ് അങ്ങനെ ഭാഷ വ്യത്യാസമുണ്ട്. അല്ലടാ, അതൊരു നമ്മുടെ രാജ്യല്ലേ. കേന്ദ്രഭരണ പ്രദേശം കൂടിയാ. ആണോ ഏതാ ഇവിടുത്തെ ഭാഷ? അവിടെ ഉണ്ടോ? വിവേകി. ആ, അതാണ് സംഭവം. തെങ്ങുകൾ എന്തോരം അല്ലേ, അതെ, നട്ടിങ്ങനെ നമ്മള് തെങ്ങും കാട്ടി പോയ പോലെ. ഒരെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണൊക്കെ ഉണ്ടായിരിക്കുന്നത്. ചോട്ടിൽ നിന്നേ. ഇത് നമ്മുടെ എന്താണ് മൾട്ടിപ്പിൾ ബിൽഡിംഗ് ആണ്. ആ, ഇത് സ്കൂളിന്റെ അല്ലേ? സ്കൂളിന്റെ വസ്തു ഇവിടം വരെ സ്കൂളിന്റെ. ഓ, ഇവിടം വരെ സ്കൂൾ. ഇതാണ് നമ്മുടെ സ്ഥലമുണ്ട്. ഇതെന്താ സാറേ? കോടതി. കോടതി. ആ, മജിസ്ട്രേറ്റ് കോടതിയാണ്. ഇവിടുത്തെ കോടതി ഒന്ന് കാണാം. കോടതിയുണ്ട്. കാര്യമുണ്ടോ? കാര്യമുണ്ടോ? കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പക്ഷെ അതിൽ വേറെ കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ പോലൊന്നും ഇവിടെ ഇല്ല അല്ലേ? ഉണ്ട്, എല്ലാം ഉണ്ട്. നിയമങ്ങൾ നമ്മുടെ നാട്ടിലത്തെ അല്ല, വേറെ നിയമമാണെന്നേ ഉള്ളൂ. ഇവിടെ ആ, നമ്മുടെ നാട്ടിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇതിന് മറ്റേ അടിപിടിയോ കൊലപാതകം അങ്ങനൊന്നും ഇല്ലല്ലോ? അത് ചില ഐലൻഡുകളിലൊക്കെ ഉണ്ട്, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഇല്ല. ഈ ഐലൻഡ് ഇതേവരെ അങ്ങനെയൊന്നും ഈ കോടതിയിൽ വർക്ക് ചെയ്യുന്ന ജഡ്ജി വക്കീലൊക്കെ ഇവനെന്താ ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്നത്? ജോലിയൊന്നുമില്ല. സൈക്കിളിന്റെ ഒരു പെടല് പോയി. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ കോടതി, മജിസ്ട്രേറ്റ് കോർട്ട്. എല്ലാം ഉച്ചവരെ ഉള്ളൂ ഇവിടെ. ഉച്ചവരെ ഉള്ളൂ അല്ലേ? ഫ്രീ. അപ്പൊ ഈ ഉച്ച കഴിഞ്ഞ് ഇതൊക്കെ 2 മണി വരെ ഉള്ളൂ. മജിസ്ട്രേറ്റ് എവിടെ താമസിക്കുന്നത്? മജിസ്ട്രേറ്റിന്റെ വീട്ടില്. എടാ, ഇവിടുന്ന് വലിയ ദൂരം ഇല്ലല്ലോ, എല്ലാം അടുത്തല്ലേ. ആ, ദൂരം ഇല്ലല്ലോ. 2 കിലോമീറ്റർ ഉള്ളൂ. ആ, ഇവിടെ ബോട്ട് പണിയുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് മറ്റുള്ള ഐലൻഡിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്ന പറഞ്ഞത്. അവിടെയാന്ന് തോന്നുന്നില്ല, കുറച്ചും കൂടി നമുക്ക് കാണാനുള്ള ഏരിയ. അന്ന് കാണാം. അപ്പൊ കോടതി കണ്ടു നമ്മള്, കോടതി കണ്ടു, സ്കൂള് കണ്ടു, ആശുപത്രി കണ്ടു. അത് ടർഫല്ലേ? ജിമ്മിൽ കയറി ഒന്ന് കളിച്ചിട്ട് പോയാലോ? ഇന്ന് കളിച്ചാൽ നാളെ വെക്കാൻ പറ്റുമോ? കളിയില്ലാത്തോണ്ട്. ഇത് ഈ ഐലൻഡിൽ ബോട്ട് പണിയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് പണിയും അല്ലേ? ഇത് ഫുള്ള് ഫൈബർ അല്ലേ? ഫൈബർ ബോട്ടുകളാണ് കേട്ടോ. പണിയല്ലല്ലോ സാറേ, മെയിൻ്റെനൻസ് അല്ലേ? പുതിയത് എന്റെ വീട്ടിലെ സാധനങ്ങൾ ഇരിക്കുന്നത് അവര് വലിയൊരു ബോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വന്ന ബോട്ടില്ലേ, അതില് അത്ര ഒരു ബോട്ട് ഫിഷിങ്ങിനായിട്ട് പണിതത്. അവര് നല്ല കാശ് ഇത്രയും ഭാഗം അടിയിൽ കിടക്കും. ഇവിടം വരെ അടിയിലായിരിക്കും. അതുകൊണ്ടാണ് ഇത് അറിയാത്തത്. ഇവിടം വരെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ പെയിന്റ് അടിക്കുന്നേ ഉള്ളൂ. വ്യത്യസ്തമായുള്ള പണിയാണിത്. പരമ്പരാഗതമായ ശൈലിയാണ്. പരമ്പരാഗത രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ബോട്ടൊക്കെ പണിയുന്നത്. ഞാൻ വന്നതൊക്കെ ഒന്നോ രണ്ടോ ആകെ അല്ലേ? ആകെ മാജിക്കലുണ്ട്. 1-2 അപകടം. അതാണ് ഇവർക്ക് അതിന് പേടിയില്ല. 20 വർഷമായി എന്റെ ശ്രദ്ധയിൽ 2-3 അപകടമാണ് നമ്മുടെ നാട്ടിലൊക്കെയാണ്. അതുപോലെ പിന്നെ വേറൊരു ഇതുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ 10 സീറ്റുകളെ 10 അല്ലാതെ ഇനി മന്ത്രി വിളിച്ച് ഇവിടുത്തെ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞാലും ഒരു കയറ്റത്തില്ല, ഒരാളെ കയറ്റില്ല. ഇവർക്ക് ഈ 10 പേർക്കും ലൈഫ് ജാക്കറ്റും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള അറിയാവുന്നവർ പോകുന്ന മാത്രമേ ഇതുള്ളൂ. അറിയാവുന്നവരായാലും ആ കപ്പാസിറ്റി കഴിഞ്ഞാൽ കയറ്റത്തില്ല. അല്ല, നമ്മളിപ്പോ പോയപ്പോ ലൈഫ് ജാക്കറ്റ് ഒന്നും കൊണ്ടുപോയില്ലല്ലോ. അത് പിന്നെ അതുണ്ടതേ. അത് പിന്നെ അന്നേരം വേണ്ട, നമുക്ക് അറിയാവുന്നവരും നീന്തൽ അറിയാവുന്നവരും. ഇത് പണി കഴിഞ്ഞിട്ട് ഇതിൽ കൂടി ഇറക്കി അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറക്കും. അതാണ് പരിപാടി. അതിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന്റെ ബേക്കിൽ തിരിയണ സാധനം കാണുന്നില്ലല്ലോ. ആ ചേട്ടൻ ഒറ്റയ്ക്ക് പെയിന്റ് അടിക്കും അല്ലേ? ഇവിടെ പെയിന്റ് അടി നടക്കുന്നുണ്ട്. വല്ലാത്ത സീനറി അല്ലേ ഇവിടെ? അതാണ് മെയിൻ ഒരു പ്രത്യേകത. അപ്പോൾ അത് ഈ കാണുന്നതാണ് ബോട്ടിന്റെ മോട്ടർ കേട്ടോ. അതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മുറിയും. സുസുക്കിന്റെ അല്ലേ? ഇവിടെ ഫിൽറ്ററൊക്കെ ഇരിക്കുന്നുണ്ടോ? ഡീസൽ ഫിൽറ്റർ. ഈ സാധനമാണ് ഇതിനെ തള്ളിക്കൊണ്ട് പോകണത്. വലിയൊരു മെഷീനാണ് തന്നെ കേട്ടോ. യെസ്, വെള്ളത്തിലേക്ക് നോക്കി നോക്കും. അടുത്ത് ഇത് ഉപേക്ഷിച്ചാന്ന് തോന്നുന്നു, അതോ പണിക്ക് വന്നേക്കുന്ന റിപ്പയറിന് കയറിയേക്കുന്ന മൊത്തം പോയിട്ടുണ്ട്. അതൊക്കെ എന്താ കൺട്രോളാന്ന് തോന്നുന്നു. സ്പീഡ് കുറയ്ക്കുന്നവല്ലായിരിക്കും. ബ്രേക്ക് ഇല്ലല്ലോ ബോട്ടുകൾക്ക്. അല്ല, ബോട്ടുകൾക്ക് ബ്രേക്ക് ഇല്ലല്ലോ, അങ്ങനെ എന്തോ ആണ്. ഇത് ഉപേക്ഷിച്ച മട്ടോ കേട്ടോ.
ഇതാണ് ഇതിന്റെ ഇതാണ് തിരിയും, ആ ഇതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയുടെ തിരിക്കുന്നത്. ഇരിക്കുന്നത്. ഇതാണ് സ്റ്റിയറിംഗ്. അയ്യോ ഇത് അനങ്ങുന്ന പോലും ഇല്ല. ഇതൊക്കെ ഓ ഇത് ഉള്ളിലേക്ക് കയറും എന്നിട്ടേ കറങ്ങുള്ളൂ. ഉള്ളിൽ കയറിയേ കറങ്ങും. ആ ചിലപ്പോൾ പണിത് റെഡിയാക്കുമായിരിക്കും അല്ലേ? വമ്പ കേട്ടോ. നമ്മൾ ഇതിലൊക്കെ പോകത്തില്ലേ, ഇതുണ്ടോ കോറിലൊക്കെ കിടക്കുന്നത്? ബോട്ടിലാണ് പോകുന്നത്. ഇങ്ങനത്തെ ബോട്ടിലാ? ഇങ്ങനത്തെ ബോട്ടിലാണ്. സറി അത് നല്ല സുഖമായ യാത്ര ചെയ്യുന്നത്. ഇച്ചിരി താമസമൊന്നും ഉണ്ടെന്നേ ഉള്ളൂ. നാളെ നമ്മൾ വേറൊരു ഐലൻഡിൽ പോകുന്നുണ്ട് കേട്ടോ. വേറൊരു ബോട്ട് പണിതുകൊണ്ടിരിക്കുന്നു. ദിദ്ദു എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ നമ്മൾ നാളെ പോകുന്നുണ്ട്. നമ്മളല്ലാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ സ്പീഡ് ലോഞ്ചാൽ പോവുകയാണെങ്കിൽ അരമണിക്കൂർ മതി. ഇതിനെത്ര വേണം? 2 മണിക്കൂർ. 2 മണിക്കൂറുണ്ട് അല്ലേ? പക്ഷേ സുഖയാത്ര, നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങ് പോവാം. വലുതായിട്ട് കുലുക്കമൊന്നും വരുത്തൊന്നുമില്ല. ഇത് ചൈനേൻ്റെ ഒരു സ്പോൺസർഷിപ്പിലുള്ള ഒരു ഓപ്പൺ ജിം ആട്ടോ. ചൈന ആയിരിക്കും ഓപ്പൺ ജിം. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കുറച്ച് സെറ്റപ്പുകൾ വേണമല്ലേ ഓപ്പൺ ജിമ്മൊക്കെ. മോസസിൻ്റെ അഭിപ്രായം എന്താ? മോസസ് വലിയ അഭിപ്രായം പറയില്ല, കാരണം മോസസിൻ്റെ അനിയൻ ജിമ്മുള്ളതുകൊണ്ട് വലിയൊരു അഭിപ്രായം പറയാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ ഓപ്പൺ വന്നാൽ ചാൻസ് കിട്ടത്തില്ല. അതെ അതെ, ശമ്പളം കുറയുമല്ലേ, വരുമാനം കുറയുമത്. എല്ലാവിധ സാധനം ഉണ്ട് കേട്ടോ, അത്യാവശ്യം എല്ലാ സാധനമുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ ഇത് ബോട്ട് ഓടിക്കാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ലേ? ഇത് നമ്മുടെ കൈക്ക് ബലം വരാൻ വേണ്ടി 2 കൈ കൊണ്ടിങ്ങനെ രസമുണ്ട്. എല്ലാം 2 വീതം ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും 2 വീതം. നമ്മളിങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെയാണ് നിന്റെ പിടുത്തം. ഇങ്ങനെ 2 സൈഡിലേക്ക് അല്ലേ? സൈഡിലേക്ക്. അപ്പോൾ കൈക്ക് നല്ല വ്യായാമമാണല്ലോ മൊത്തത്തില്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു അക്ഷരോടെ പൊങ്ങി ഇവിടോട്ട് ഹൈറ്റ് മാറ്റമുള്ളവർക്ക് 2 രീതിയിലുള്ള കളിയാ. ജിൻസേ നോക്കിയിട്ടൊക്കെ ചെയ്യട്ടോ. ഞാൻ നിങ്ങൾക്ക് ജിമ്മിൽ പോകാണ്ട് തടി കുറയ്ക്കണോ? ഞാനിങ്ങനെ 60 കിലോ കുറച്ച്. അങ്ങനല്ല, അവിടെ മാഷ് കാണിക്കും, നോക്ക്. സ്പീഡ് ചെയ്യണം. ആ കൈ മേലെ പിടിക്കണടാ. ആണോ? വെയിൽ ഇവിടുത്തെ അങ്ങനെയാണേ. ഒട്ടി പിടിക്കണ്ടല്ലോ, അമ്മമാര് വെയിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ചേട്ടന്മാർ. ഈ സൈക്കിളിൻ്റെ ടയർ നോക്കി. എല്ലാം ഇട്ടിട്ടുള്ള കളിയുള്ളൂ. ഇന്റർനാഷണൽ ലോ അത് പിന്തുടരും. കണ്ട ഭയങ്കര സെറ്റപ്പ് കളിക്കുകയും ചെയ്യും കേട്ടോ, നല്ല കളിക്കുകയും ചെയ്യും. ചിലര് കളിക്കുന്ന കാടൻ കളിയില്ല. അതുണ്ട്, അതൊക്കെ ഉണ്ട്. ഇതിപ്പോ നമ്മൾ കണ്ട ഗ്രൗണ്ട്, അതേപോലെ ഇവിടെ ഒരു ഓപ്പൺ ഗ്രൗണ്ട്, വോളിബോളിന്റെ ഗ്രൗണ്ട്. അപ്പുറത്ത് വേറെ ആകെ 500-600 പേരേ ഉള്ളൂ. അവർക്ക് വേണ്ടിയുള്ള സെറ്റപ്പ് അല്ലേ? ആ 10-100 പേർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്ത് കൊടുക്കുന്ന സെറ്റപ്പുകൾ അല്ലേ? നമ്മുടെ നാട്ടില് മണിക്കൂറിന് 1000 രൂപ 2000 രൂപ ടർഫ് കൊടുക്കണം. ഇത് ഫ്രീ. പ്രൈവറ്റ് ആളുകൾ ഉണ്ടാക്കുന്ന സെറ്റപ്പിൽ നോക്ക് എന്താ. അതിന് മേലെ നോക്ക്, റെഫറിക്കൊക്കെ കയറിയുള്ള സ്ഥലം. പിന്നെ ഒരു ഇത് ശരിക്കും ഒരു ഇന്റർനാഷണൽ ഗ്രൗണ്ട് കാണുന്നത്. മാഷ് പറഞ്ഞ പോലെ ഇവിടെ എല്ലാവരും കളിക്കുന്നതും ഇന്റർനാഷണൽ ആ പക്ക ക്വാളിറ്റിയും കാര്യങ്ങളും അവരുടെ ബൂട്ടും കാര്യങ്ങളെല്ലാം ഇട്ടു. എല്ലാവരും ബൂട്ട് ഇട്ട് കളിക്കുന്നത്. അത് നല്ല ബ്രാൻഡ് സാധനങ്ങൾ അല്ലേ? നൈക്ക്, അഡിഡാസ് ഒക്കെ ഉണ്ട്. ഈ പോകുന്നതാണ് ബഗ്ഗി. ഇവിടുത്തെ നമ്മൾ മീൻ പിടിക്കാനൊക്കെ ഇരുന്ന് ഇലക്ട്രിക് ഇവിടുത്തെ മെയിൻ ഒരു യാത്ര സംഭവമാണ് കേട്ടോ. ആകെ കാർ എനിക്ക് തോന്നുന്നു ഈ ഐലൻഡിൽ ആകെ 2 കാറുള്ളൂ അല്ലേ? 2 കാറ്. ഒരെണ്ണം കട്ടപ്പുറത്ത്, പിന്നെ ഒരു ആംബുലൻസ്. അല്ലാതെ ഓടുന്ന 2 ഉണ്ട്. നമ്മളന്ന് ടാക്സി വിളിച്ച് വന്ന വണ്ടി. ഓടുന്ന 2 ഉണ്ട്, 2 കട്ടപ്പുറത്തും കിടപ്പുണ്ട്. പിന്നെ അതുപോലെ ഒരു ആംബുലൻസും അല്ലേ? സെറ്റപ്പാ. ഇതൊരു വീട്. ഇത് നമ്മുടെ വെയിറ്റ്ലെസ് കട്ടയല്ലേ? വീടിനല്ല, നല്ല ഹൈറ്റ് ഉണ്ട്. അത് ഈ ചൂട് കാരണേ. 2 നില വീട്. 2 നില വീടൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ ഏതോ വലിയ കോടീശ്വരൻ്റെ ഇവിടെ 2 നില വീട് അതല്ലേ? ഇവിടുത്തെ ചേച്ചി പുല്ലി എത്തുന്ന നമുക്ക് അത് കൊള്ളാലോ. അത് തൂമ്പ. ഇത് കണ്ടോ? ഇതാണ് തൂമ്പ. ഉണ്ടോ?
അത് ഈ മണലും കൂടി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ. സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിലെ തൂമ്പ പോലല്ല. സിമ്പിളായിട്ട് കുത്തി ബേബിയുടെ പെങ്ങളാ. ആണോ? ആ, ബിജു സാറിന്റെ ഒക്കെ മുതലാളിന്റെ പെങ്ങള്. ആണോ? വീടിന്റെ അല്ലേ? ബേബ തിരുവനന്തപുരത്തല്ലേ? ബിജു സാർസ് ബ്രദർ. പുതിയ വീട് പണിയുന്ന പക്ഷെ കൂടുതലും ബംഗാളികളാണ് വന്ന് വീട് പണിയുന്നത്. ബംഗ്ലാദേശുകാര്, പക്ഷെ ഇവര് ബംഗാളികൾ എന്നാ പറയുന്നത്. ഇതാ നമ്മുടെ കടച്ചക്ക കിടക്കുന്നു. കടച്ചക്ക വറുത്തത് സൂപ്പറാട്ടോ അല്ലേ? കപ്പ ചിപ്സ് ഒക്കെ പോലത്തെ ഒരു സാധനം കേട്ടോ, അടിപൊളി സാധനം. അവിടെ ഒക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുതിയത്. ഇതാണ് നമ്മൾ തെങ്ങുംകാട്ടി പോയ വഴി അല്ലേ? ഓപ്പൺ സീയിലേക്ക് പോകുന്നില്ല. ഇത് കണ്ടോ, ഇതൊരു കറിവേപ്പിലയാണ് ഈ നിൽക്കുന്നത്. ഇഷ്ടംപോലെ കറിവേപ്പില. അതാണ് മെയിൻ. എല്ലാ വീടുകളുടെയും ഗേറ്റ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇതല്ലേ നമ്മുടെ പണ്ടത്തെ ഒരു സെറ്റപ്പ്. എല്ലാ വീടുകളും ആ, 2 AC ഒക്കെ ഉണ്ട്, സെറ്റപ്പാണ്. കൊള്ളിയാ അവന്റെ വീടാ? അല്ലല്ല, അവന്റെ ഒരു പെണ്ണുങ്ങളെ അവന്റെ വീട് നമ്മുടെ അവിടെ ഒരു വലിയ 2 നില ഒരു ഇതില്ലേ, ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ഇതെന്താ മില്ലാണ്, ഇവിടുത്തെ മില്ലേ? തടിമില്ലേ? അതൊന്ന് കണ്ടിട്ട് പോവാ അല്ലേ? ഇത് കണ്ടോ, കൂടുതൽ ഇവിടെ മുറിക്കാൻ എടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ തെങ്ങാണ്. ഈ പീസൊക്കെ തെങ്ങിൻ്റെ ആണോ? ആ, ഇത് തെങ്ങാണ്. ഒരു ഉരുപ്പടി തന്നെ അല്ലേ? തെങ്ങല്ല, ഇത് ഇപ്പുറത്തെ ഇത് തെങ്ങ. വെയിറ്റ് എങ്ങനെയുണ്ട് മോസേ? അതാണ് തെങ്ങിൻ്റെ പ്രത്യേകത. ഇതാണ് ഫില്ലദു ഐലൻഡിലെ മില്ല്, വെൽഡിങ്, എല്ലാ പണിയുണ്ട്. മരം മുറി എല്ലാ സംഭവം ഇവിടെ തന്നെ കേട്ടോ. വണ്ടിയൊക്കെ ബൈക്ക്, പൾസർ. ആ, നമ്മുടെ പൾസർ അല്ലേ? പഴയ. ഇനി എല്ലാത്തിനും കയറി പിടിക്കുമ്പോൾ സൂക്ഷിക്കണം. നേരത്തെ പോലെ പെയിന്റ് അടിച്ച് വെച്ചേക്കുവാണെങ്കിൽ പെടും. ആ, ഈ മേളിൽ കാണുന്നേ ബേബേ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ചേട്ടാന്ന് വിളിക്കുന്നത്? ചേട്ടൻ എന്ന് വിളിക്കുന്നതാണ് ബേബേ എന്നാട്ടോ ഇവിടെ വിളിക്കുക. ബേബേ. ചേച്ചി എന്നപ്പോൾ വിളിക്കുമ്പോഴോ ദത്ത. അപ്പൊ ആ പുള്ളിന്റെ ആണോ ഈ മില്ല്? ആ, പുള്ളി ചില്ലറക്കാരനല്ല. ഓ, അതുകൊണ്ട്. മോസേ, ഇതാണിതാ ഫ്രഷ് വാട്ടർ. ആ, ഐലൻഡിലെ കിണർ. അങ്ങോട്ടൊക്കെ ഫുള്ള് വീടുകളാട്ടോ. ചെമ്പരത്തി പൂ. അവിടെ തന്നെ കിട്ടുമല്ലോ വെള്ളം. ഇതെന്താ പക്ഷേ സാധനം? ആണോ? വെറൈറ്റി ആണല്ലോ. എന്തൊക്കെയോ കണ്ട് പരിചയമുള്ളൊരു സാധനം പോലെ ഉണ്ട് അല്ലേ? ആ, കവാട നിർബന്ധം ഇവിടെ. രസം എന്താ പറയുക, കിടക്കാൻ നേരത്ത് റൂമൊന്നുമേ താക്കോലിട്ടൊന്നും പൂട്ടുന്നില്ല ആരും. തുറന്നു കിടന്ന് അത്രേ ഉള്ളൂ. ചേച്ചി ക്ലീൻ ചെയ്യുന്നു. വിസ്കി മാഗു. മഹായുദ്ധകാലത്ത് ഇവിടെ പട്ടിണിയായിരുന്നു. ആ സമയത്ത് ഇതിന്റെ ഇല വരെ ഭക്ഷിച്ചു. ഇവരെ രക്ഷിച്ച സാധനമാണ്. ദേശീയ ഭക്ഷണം എനിക്ക് തോന്നുന്നു. ദേശീയ ചക്ക, ദേശീയ ഫ്രൂട്ട് അങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ വീടാ. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത എന്താ പറയുക, ഇത് വഴി. ഇത് വീടിന്റെ ഒരു സൈഡിലത്തെ ഭിത്തിയാണ്. ഈ ഭിത്തി എന്ന് പറഞ്ഞാൽ വീടിന്റെ ഭിത്തിയും അതേപോലെ റോട്ടിലെ മതിലും ഒന്ന്. ചേട്ടാ, മോസസിന്റെ വീടിന്റെ ഫ്രണ്ട് ഇതേപോലെ ആക്കാൻ പോട്ടോ. ആഗ്രഹങ്ങൾ അല്ലേ? ഇതാ ഇത് കണ്ടോ, ഇതൊരു ശ്മശാനമാണ്. ഇവിടെ പള്ളി എടുത്തുണ്ട്. ബോഗൺവില്ല അല്ലേ? അവിടെയുണ്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജഡ്ജോ?
ആ നമ്മൾ കണ്ട കോടതിയില്ലേ, ആ ഇപ്പം റിട്ടയർഡ് ഇരിക്കുന്ന പ്രായം. ചേട്ടൻ ഇവിടുത്തെ ജഡ്ജി ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ അത്തച്ചക്കയല്ലേ? ആ അവിടെ ഇരുന്നില്ലേ ലൈനുള്ള എഫക്ട് പുള്ളിയായിരുന്നു ഇവിടുത്തെ മുൻപത്തെ ജഡ്ജി. ഗൗരവത്തോടെ ഇവിടുത്തെ പള്ളി 2 പള്ളിയുണ്ട് അല്ലേ? ഇത് ചെറിയ പള്ളി, ഇത് ചെറുത് പള്ളിയുണ്ട്, 3 ഉണ്ട്. 3 ഉണ്ട്. അതിൽ ചെറിയ പള്ളി ആ ആ ഇത് സെറ്റപ്പ്, എല്ലാ സംവിധാനവും ഉണ്ട്. നമുക്ക് കയറാൻ പറ്റുമോ? നമുക്ക് അവരോട് ചോദിച്ചോണ്ട് വേണമെങ്കിൽ കയറാം. ഒരു കയറ്റം അതിന് കാലും കൈയും കഴുകണം എന്നുള്ളൂ. കാലും കൈയും മുഖമൊക്കെ കഴുകി ശുദ്ധിയോടെ കയറണം എന്നാണല്ലേ. ഇത് കണ്ടോ, ഫുള്ള് വീടാണ് 2 സൈഡിലും. ഇതിപ്പോൾ നമ്മൾ നടന്നു വന്ന സ്ഥലമാണ് ആറ്റം അല്ലേ? അതിലിങ്ങനെ നടന്നു വന്ന് നമ്മൾ അതിലിങ്ങനെ കയറി. ആ ഇവിടെ ഒരു ചേച്ചീനെ കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ആ ചേച്ചി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാവേ. അതെ, മാലയ്ക്ക് പോയി അല്ലേ? എന്നാലും നമുക്ക് വീട് കാണാൻ പറ്റും, കാണാം അല്ലേ? നമ്മുടെ ബേബ ഉണ്ട്, പക്ഷെ ബേബ ഇല്ലാത്തണ്ടാ. ഇത് കണ്ടോ, ഇത് ഫുള്ള് പവിഴപ്പുറ്റുകളാണ്. കണ്ടോ, ഇവിടെ പവിഴപ്പുറ്റുകൾ വെച്ചിട്ടാണ് സാധനം വീടും സംഭവങ്ങളൊക്കെ പണി കേട്ടോ. ഇതുണ്ടോ, ഈ മതിലൊക്കെ നോക്കി, ഇതൊക്കെ അത് തന്നെ പവിഴപ്പുറ്റാണ്. ചേട്ടൻ വൈബാണല്ലോ. നമ്മുടെ ഹിന്ദിപ്പാട്ട് ഇതുണ്ടോ, ഇതൊക്കെ ഫുള്ള് പവിഴപ്പുറ്റാണ്. പവിഴപ്പുറ്റ് വെച്ചിട്ടാണ് ഇവിടെ കൂടുതൽ വീടും മതിൽ സെറ്റപ്പുകളൊക്കെ. അല്ലാത്തത് കട്ട വെച്ചും പണിയും. ഇവിടെ 2 വണ്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു വണ്ടി ഇതേ കിടക്കുന്നത്. പിന്നെ പറഞ്ഞുള്ളത് ടൊയാറ്റോൻ്റെ കാർ കേട്ടോ. ഇത് മാരുതീൻ്റെ സ്വിഫ്റ്റ്. ഇതായിരുന്നു അവരുടെ വീട്, പക്ഷെ അവിടെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ മോശം വേറെ കാര്യം ശ്രദ്ധിച്ചോണേ, അമ്മച്ചിമാരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? പുല്ല് പറിക്കുന്നു. 90 വയസ്സ് പ്രായമുണ്ട് കേട്ടോ ഈ അമ്മച്ചിക്ക്. ഇത് പുതിയ വീടും സംഭവങ്ങളും പണിതുകൊണ്ടിരിക്കുന്നു. ഈന്തപ്പന അത് തന്നെ. ഈ കാണുന്നതാണ് ഈ ഐലൻഡിലെ ഒരു മെയിൻ പള്ളി കേട്ടോ. ഈ പള്ളീന് നേരെ മുമ്പിൽ കടൽ, ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി. വൈകുന്നേരമായി തുടങ്ങി. വെയിലും കാര്യങ്ങളൊക്കെ പോയപ്പോൾ നല്ലൊരു വൈബ് കിട്ടും അതിലിങ്ങനെ നടക്കാൻ. നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു തെങ്ങും തോപ്പി കൂടി നടക്കുന്നൊരു ഫീലാണ്. അതൊക്കെ ഫുള്ള് തെങ്ങ്. അങ്ങോട്ടും വീടുകൾ, എവിടെ തിരിഞ്ഞാലും വീടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ആ ഒരു ഏരിയ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയേ. സാറേ, മാൽദീവ്സിൽ വന്നാലേ ഏത് സിം എടുക്കുന്നത് ഏറ്റവും നല്ലത്? ദിരാഗാണ് ഇവിടെ ഔദ്യോഗികമായി. ദിരാഗു ഉറുദു വിദേശ രാജ്യങ്ങൾ. ഉറുദു അല്ലടാ, ഉറുദു. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട മെഡിക്കൽ ഷോപ്പ്, ഫാർമസി. രാത്രി 8:30. ഇതാ നമ്മുടെ ആശുപത്രി. ഇതേ വരുന്നു ഗോകുലേട്ടൻ. ചായ ഉണ്ടമ്പൊരി കഴിച്ചിട്ട് പോവാ. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് കേട്ടോ. പോസ്റ്റ് ഓഫീസ് ഏജൻസി. ആവശ്യം കഴിയുമ്പോൾ കിട്ടും അല്ലേ? പണ്ടത്തോടെ കമ്പിയടിയൊക്കെ ആണെങ്കിലോ മരിച്ചൊക്കെ അടക്കം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അറിയാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഐലൻഡിൻ്റെ ഏതാണ്ട് ഒരു 3/4 തീർത്ത് അല്ലേ? കവർ ചെയ്തു. നമ്മുടെ ചെത്തിപ്പൂക്കെ നമ്മുടെ നാട്ടിലെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് മീൻ തീറ്റ ഉണ്ടാക്കുന്ന മീൻ പേസ്റ്റ് ഉണ്ടാക്കുന്ന കാണാൻ പോവാണ് കേട്ടോ. അതായത് ഇന്നിവിടെ ട്യൂണ ഫിഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മീൻ പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ വേണ്ടി പോവേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഫുള്ള് ട്യൂണ ഫിഷാണ് കേട്ടോ. ഇത് വെള്ളത്തിൽ എന്താ പുഴുങ്ങിയെടുത്തു അല്ലേ? പുഴുങ്ങിയെടുത്തു അതിൽ. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഇടും. പിന്നെ ഇതെന്താ സംഭവം ശരിക്കും? ഇതും പുഴുങ്ങുന്ന തന്നെയാ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഇതിലേക്ക് ഇടും. ഇതുണ്ടോ, ഇതിൽ 6 ദിവസം കൊണ്ടാണ് ഇത് പേസ്റ്റ് ആയി വരിക. സ്മോക്ക് ചെയ്തിട്ട് നമ്മൾ ഉണക്കും അല്ലേ? പുഴുങ്ങിയിട്ട് ആദ്യം ഉണക്കും. അങ്ങനെ സ്മോക്ക്ഡ് ഫിഷ്.
ഇത് 6 ദിവസം കൊണ്ട് ഇതിങ്ങനെ ഇരുന്ന് വറ്റി കറുത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാവും. അത് ഇവിടുത്തെ മെയിൻ ഒരു ഫുഡ് കേട്ടോ. എന്തായിരുന്നു മാഷെ അതിൻ്റെ പേര്? റിയാക്കുറു. സ്മോക്ക്ഡ് ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടിയാ? ഉപ്പില്ലാണ്ടുള്ള ഇവിടെ ആക്കി വെച്ചതുണ്ടാവോ കാണാൻ? അല്ലല്ല, ഇവിടെ നമ്മുടെ നാട്ടിലെ ഫയറുള്ളവരും ഉണ്ട്. ഒരു വീട് തന്നെ. സാറ് കുറച്ച് മുട്ട മേടിച്ചു കേട്ടോ. മുട്ടയ്ക്ക് എത്രയാ മാഷേ? ഫ്രീ തന്നാണോ? വേണ്ട ഞങ്ങൾ അത് ടേസ്റ്റ് ചെയ്തതാ. ഇത് കണ്ടോ, ആ പുഴുങ്ങിയ മീൻ ഇവിടെ ഇട്ടാണ് ഉണങ്ങുന്നത്. ഇതൊക്കെ അടിയിൽ തീ ഇട്ട് കൊടുക്കും. ഇന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഫ്രഷ് സാധനം ഉള്ളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി പാക്കറ്റിലായി വരും അല്ലേ? അപ്പൊ ഇവിടെ വില കുറവായിരിക്കുമല്ലോ. ആണോ? നല്ല ടേസ്റ്റും ഉള്ള സാധനം കേട്ടോ. നമുക്കവിടെ 90 പറഞ്ഞെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ലക്ഷദ്വീപ് ഏരിയകളിലും ഈ സംഭവം, ഈ പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഭാഷയുണ്ട്, ദിവേഹി എന്ന് പറയുന്ന ഭാഷ കേട്ടോ. അപ്പോൾ ഈ ഭാഷയും നമ്മുടെ ലക്ഷദ്വീപിൽ സംസാരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി മെല്ലെ പോവുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇത് കണ്ടോ, ഇത് വേറൊരു സംഭവമാണ്. അതായത് ഇപ്പോൾ മോസ്കിൽ പ്രാർത്ഥിക്കുന്ന ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ ലേഡീസിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളൊരു പള്ളിയാണ് കേട്ടോ. ഇത് ചെറിയൊരു പള്ളി. അപ്പോൾ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇല്ല, നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിതാ തിരിച്ച് രാജേന്ദ്രൻ സാറിൻ്റെ അവിടത്തേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ റൂമിലെല്ലാം വന്നു. ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നാളെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം. കാരണം നമ്മൾ നാളെ കുൽദൂഷിയാണ് അങ്ങനെ എന്തോ ഒരു ഐലൻഡിലേക്ക് നമ്മൾ നാളെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഐലൻഡും ആ ഐലൻഡും തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും വീഡിയോസൊക്കെ നമുക്ക് പുതിയ വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ